എന്തു വിസ്മയം കാട്ടുവാൻ പകലുകൾ വന്നു മുട്ടുന്നു പിന്നെയും കണ്ണിനെ. എന്തു വിസ്മയം കാട്ടുവാൻ പകലുകൾ വന്നു മുട്ടുന്നു പിന്നെയും കണ്ണിനെ. എന്തു കാണുവാൻ കേൾക്കുവാൻ നിദ്രതൻ സ്വർണഗോപുരം തച്ചുടയ്ക്കുന്നു നീ. പകലുകൾ. നമസ്കാരം. ഞാൻ കവിത കേൾക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ പരിപാടിയല്ലേ, ഗംഭീരം കലോത്സവം. അങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് കുത്തിയിരിക്കുകയായിരുന്നു. സുജയ്, ഞാൻ ഇങ്ങനെ ഇവരെ ഇത് കണ്ടുവരുമ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഈ ഉത്സവം എന്നൊരു കവിതയുണ്ട്. ഒറ്റ മാത്ര കൊണ്ട് അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാളുകളെന്നാണ്. പാതിബോധത്തിലെന്ന ആശുപത്രിയിൽ പേരു ചൊല്ലി പനിച്ചു നിന്നോർമ്മയിൽ ചേരുകില്ല നാമെന്നു നീ എപ്പോഴും പാതി സത്യം പറഞ്ഞു നോവുമ്പോഴും ഒറ്റ മാത്ര കൊണ്ട് അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ. ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഈ ഉത്സവം കുഞ്ഞുങ്ങളുടെ ആഘോഷമാണ്. ഞാൻ പറയട്ടെ, ഈ ചൂരൽമലയിലെ മക്കളൊക്കെ വന്നിരുന്നില്ലേ, അവർ ജീവിതം അവരുടെ ഉത്സവമാക്കി മാറ്റി അവർ അതിജീവിക്കുകയല്ലേ. നമ്മളും അവരെ കൂടെ അതിജീവിക്കുക. അപ്പൊ ഈ ഒരു കലോത്സവത്തിൽ തിരുവനന്തപുരത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും കവിതാലാപനത്തിനൊക്കെ നല്ല കുട്ടികൾ വരുന്നുണ്ട്, ഗംഭീരം നല്ല മക്കൾ വരുന്നത്. കാരണം ഈ കവിത ആലാപനം എന്ന് പറയുന്നത് ഒരു കലയാണ്. അത് ഒരു കലയെ മാത്രമല്ല, ഒരു സാഹിത്യ പ്രവർത്തനം, ഒരു കലാപ്രവർത്തനത്തിന്റെ ഒരു ബ്ലെൻഡാണ്. കവിത ഒരു സാഹിത്യ സൃഷ്ടിയും ആലാപനം ഒരു കലാസൃഷ്ടിയുമാണ്. ഇത് രണ്ടിന്റെയും കൂടെ ഒരു സംയോജനമാണ് ഈ പദ്യപാരായണം എന്ന് പറയുന്നത്, കാവ്യ ആലാപനം എന്ന് പറയുന്നത്. അപ്പൊ ഈ കുട്ടികൾ ഇപ്പൊ ധാരാളം വരുന്നുണ്ട്. ഇപ്പൊ എന്റെ ഈ കന്നഡ ബാഗ്ദാദ് എന്നൊക്കെ പറയുന്ന കവിതകളെ ധാരാളമായി ചൊല്ലുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്, ധാരാളം കുട്ടി. അപ്പൊ ഞാൻ പറയുന്നത് ഈ മേഖലയിലേക്ക് സാധാരണ മക്കൾ വരാനിടയാക്കി. ഒരു ആലാപന ശൈലി, മുരുകൻ കാട്ടാക്കട ശൈലി കൂടി അതിനൊരു കാരണമാണ് തോന്നുന്നത്. ഈ പണ്ടാണെങ്കിൽ ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചു കൊടുക്കുന്ന സാറന്മാരാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ കവിതയും പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ കേട്ടാ മനസ്സിലാവും, ഈ ശാസ്ത്രീയമായ ചില മറ്റേ സംഗതികളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് അതൊക്കെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്നവരാണ്. എന്റെ ഈ കന്നഡയൊക്കെ വളരെ ലളിതമായതുകൊണ്ടാണ്. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കന്നഡകൾ വേണം, കന്നഡകൾ വീണം. സിമ്പിളായി പാടാന്നുള്ളത് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ അത് ആസ്വദിക്കും, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളും. പൊട്ടിയതാലി ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. വളരെ ലളിതമായതുകൊണ്ട്. അതുപോലെ രേണുക വരുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്റെ ഉള്ളിലെ ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കവി ഉണരുന്നത് പ്രധാനമായിട്ട് രേണുകയിലാണ്, അല്ലേ? അതെ, അതിന്റെ കഥ പലതവണ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? രേണുക എത്ര കേട്ടാലും മതിയാവില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ കലോത്സവത്തിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് രേണുക കൂടി ഒന്ന് കൊടുത്താൽ. തീർച്ചയായിട്ടും രേണുക എല്ലാവരുടെയും, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രണയമില്ലേ? നഷ്ടപ്പെട്ടു പോയ പ്രണയമുണ്ട്, നഷ്ടപ്പെടാത്ത നമ്മൾ ഇപ്പോഴും സൂക്ഷിക്കുന്ന പ്രണയം. അങ്ങനെ പറയാനില്ല, സ്ഥൂലമാണല്ലോ പ്രണയം. പ്രണയം രണ്ട് രീതിയിലുണ്ട്. നമുക്ക് എല്ലാത്തിനെയും പ്രണയിക്കാം. നമുക്ക് ഈ മരങ്ങളെയും ചെടികളെയും എല്ലാം പ്രണയിക്കാം. സൂക്ഷ്മമായി നമുക്ക് ചില ആളുകളോട് പ്രണയം തോന്നും, അതുകൊണ്ടാവും. അതിപ്പോ അവരറിയണമെന്നില്ല, നമ്മളറിയണമെന്നില്ല, അങ്ങനെയല്ലേ? മനസ്സിൽ മാത്രമായിരിക്കും. അങ്ങനെയുള്ള പല പ്രണയബോധങ്ങളെ ഒരു കവിതയിലേക്ക് നമ്മൾ ആരോപിക്കുന്നതാണ് ഈ കവിത. പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി, ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. അങ്ങനെ അതിന്റെ ഒരു പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആ കേട്ടിരിക്കുമ്പോഴേക്കും നമ്മൾ ആരെങ്കിലും ഒക്കെ ഓർത്തു പഴയ നമ്മുടെ ഓർമ്മകൾ വരും. നമുക്ക് പരമാവധി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എവിടെ വച്ചെങ്കിലും വീണ്ടും കണ്ടുമുട്ടാന്ന് പറയലാണ്. ഇപ്പൊ നമ്മുടെ പുതിയ മക്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ പ്രണയ നഷ്ടത്തെ ആസ്വദിക്കാൻ പഠിക്കുന്നില്ല. അതാ തിരസ്കാരം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പലപ്പോഴും ഈ പ്രണയ പക വരുന്നു ഇങ്ങനെയാണ്. അതേസമയം ഒരൊറ്റ വാക്ക് ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം, ഓർമ്മിക്കണം വാക്ക് മാത്രം എന്ന് പറഞ്ഞ് പിരിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും സുഖമല്ലേ, അതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന നന്മയില്ല, അത് നമ്മുടെ കുട്ടികൾ ആസ്വദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ വരുന്നത്. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി
നാം കടം കൊള്ളുന്നതിത്ര മാത്രം, അത്ര മാത്രമേ കടം കൊള്ളാവൂ. അല്ലേ? പ്രതീക്ഷ എന്ന് പറയുന്നത് മാത്രമേ കടം കൊള്ളാവൂ. അതെ. അപ്പൊ വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളും ഇവിടെ പറയുന്നു. താങ്ക് യു സോ മച്ച്. ഒറ്റ മാത്ര കൊണ്ടസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ.